അപ്പോൾ സെയിം കറണ്ട് ഐ ആയിരിക്കും ഇതുവഴി പോകുന്നതും ഇതുവഴി പോകുന്നതും. അപ്പോൾ കറണ്ട് ഡബിൾ ആവുന്ന സ്ലാബിൻ്റെയാണ് മുറിച്ച ഈ ഒരൊറ്റ സ്ലാബിൻ്റെ റെസിസ്റ്റൻസ് ആണ് ഈക്വൽ ടു റോ റെസിസ്റ്റിവിറ്റി ഇൻറ്റു എന്താ കറണ്ട് ഡെൻസിറ്റി. ഈ ഇക്വേഷൻ ഓർത്ത് വയ്ക്കാം. ഏവർക്കും സിദ്ധീസ് സയൻസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടക്ടറിൽ കൂടെ ഒഴുകുന്ന കറണ്ട് എന്താണെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? കറണ്ടിൻ്റെ ഇക്വേഷൻ പഠിച്ചു. അതെല്ലാം പഠിച്ചിരുന്നു. ഇനി അടുത്ത ടോപ്പിക്കായ ഓംസ് ലോ ആണ് പഠിക്കാൻ പോകുന്നത്. ഓംസ് ലോ കുഞ്ഞു ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. നമുക്കതിവിടെയും പഠിക്കേണ്ടതുണ്ട്. ഓംസ് ലോ എന്താണ്? ഓംസ് ലോ എന്ന് പറയുന്നത് ഓംസ് ലോയുടെ ഡെഫിനിഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. The current flowing through a conductor is directly proportional to the potential difference across its ends. ഇതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ ടെക്സ്റ്റിൽ ആ ഡെഫിനിഷൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ജസ്റ്റ് അതിൻ്റെ ഇക്വേഷൻ മാത്രം പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് എഴുതേണ്ടത്. വാട്ട് ഈസ് ഓംസ് ലോ എന്ന് ചോദിച്ചാൽ എഴുതേണ്ടത് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ. അതായത് ഒരു കണ്ടക്ടർ ഉണ്ടെന്ന് വയ്ക്കാം. ആ കണ്ടക്ടർ, ഇത് ഇപ്പോൾ ആ റെഡ് കളറിൽ വരച്ചേക്കുന്ന ഒരു കണ്ടക്ടർ ആണെന്ന് വയ്ക്കാം. ഒരു മിനിറ്റ്. ഓക്കെ, ഇതൊരു കണ്ടക്ടർ ആണെങ്കിൽ അതുവഴി ഒഴുകുന്ന കറണ്ട് എന്ന് പറയുന്നത് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ എൻഡ്സ്. ഈ എൻഡും എ എന്ന് പറയുന്ന എൻഡ്, ബി എന്ന് പറയുന്ന എൻഡ്, ഈ രണ്ട് എൻഡിൻ്റെയും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ വാല്യൂവിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അതുവഴി ഒഴുകുന്ന കറണ്ടിൻ്റെ വാല്യൂ. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും എങ്ങനെ എഴുതത്തുള്ളൂ? വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ എന്ന് എഴുതത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഡെഫിനിഷനിൽ പറയുമ്പോൾ എഴുതേണ്ട എങ്ങനെയാണ്? കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 പോയിന്റ്സ്. രണ്ട് പോയിന്റ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ത്? ഐ. അങ്ങനെ വേണം എന്താ എഴുതേണ്ടത്, എന്താ ഇക്വേഷൻ എഴുതേണ്ടത്. പക്ഷേ ഡെഫിനിഷൻ എഴുതുമ്പോൾ എഴുതേണ്ടത്, അതായത് കറണ്ട് ഒഴുകിയിട്ടല്ല പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ് കറണ്ട് ഒഴുകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഡെഫിനിഷൻ പറയുകയും ഇങ്ങനെ നമ്മൾ ഇക്വേഷൻ എഴുതുകയും ചെയ്യുന്നത്. ഓക്കെ, അതായത് എപ്പോഴും കൂടെ എടുത്തുനിന്ന് കുറഞ്ഞെടുത്തോട്ട് മാത്രമേ എന്ത് കാര്യമായാലും ഒഴുകത്തുള്ളൂ. അപ്പോൾ ഇവിടെ കറണ്ട് കൂടെ എടുത്തുനിന്ന് കുറഞ്ഞെടുത്തോട്ട് ഒഴുകും. അപ്പോൾ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ, ഒരു കൂടുതൽ കുറവ് എന്നുള്ള ഒരു ഇതുണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഇവിടെ കൂടുതൽ ഇവിടെ കുറവ്, അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു കറണ്ട് ഒഴുകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഡയറക്റ്റ്, നമ്മൾ ഡെഫിനിഷൻ പറയുമ്പോൾ എങ്ങനെ പറയേണ്ടത്? ആ കറണ്ട് ഒഴുകുന്നതെന്ന് പറഞ്ഞാൽ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. പക്ഷേ ഇക്വേഷൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ എന്നായിരിക്കും എഴുതുക. ഇത് കാണാതെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഓർത്ത് വയ്ക്കണം. കാരണവും പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റിൽ എഴുതിയിരിക്കുന്നത് വായിക്കാം. ഓംസ് ലോ പറയുന്നത് എന്താണ്? വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ എന്നാണ്. വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ എന്നാണ് പറയുന്നത്. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റുവാനായിട്ട് നമ്മളിവിടെ ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ് ആർ അഥവാ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വി ഈക്വൽ ടു ആവാനായിട്ട് ഇവിടെ ഒരു 6 കൊണ്ട് ഐനെ മൾട്ടിപ്ലൈ ചെയ്യും. ആർ എന്താണ്? പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്. അതിന് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയും. റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ, വി ഈക്വൽ ടു ആർ ഇൻറ്റു ഐ. ഈ റെസിസ്റ്റൻസിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്. എന്താണ്? ഓം. ഓക്കെ, ഓം ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണ്. ഓക്കെ, ഓം. അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഓം എന്ന് എഴുതുന്നത്. അപ്പോൾ ഓം എന്നിങ്ങനെ നിരത്തി എഴുതാനാണ് പ്ലാനെങ്കിൽ ഓം എന്ന് ഇങ്ങനെ എഴുതുക. സ്മോൾ ലെറ്റർ വേണം യൂസ് ചെയ്യാനായിട്ട്. ഒരു പേരാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അതായത് യൂണിറ്റിനെ ഒരു പേര് കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ എപ്പോഴും സ്മോൾ ലെറ്റർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതിൻ്റെ സിമ്പിളാണ് ഇത്. എന്താ? ഓം. ഇത്. ഓക്കെ, ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഇവിടെ SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഓം ആണ്. ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ ദ സിമ്പിൾ ഓം. ഓക്കെ, അടുത്ത് വായിക്കാം.
അപ്പോൾ വി ഈക്വൽ ടു ആർ ഇൻറ്റു ഐ എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ദ റെസിസ്റ്റൻസ് ആർ not only depends on the material of the conductor but also on the dimensions of the conductor. അതായത് ഈ ആർ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ആ റെസിസ്റ്റൻസ് ആർ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടക്ടറിൻ്റെ മെറ്റീരിയലിനെ മാത്രമല്ല, മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കോപ്പർ ആവാം, സിൽവർ ആവാം, ഗോൾഡ് ആവാം. ഓക്കെ, ആ മെറ്റീരിയലിനെ മാത്രമല്ല അതിൻ്റെ ഡയമെൻഷനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഡയമെൻഷൻ എന്താണ്? ഈ ഡയമെൻഷൻ ഒന്നുമില്ല, അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും അതിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. റെസിസ്റ്റൻസ് അതിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ലെങ്ത്തും ഏരിയയുമാണ് നോക്കുന്നത്. ഓക്കെ, ഇത് അതായത് ഈ റെസിസ്റ്റൻസ് ലെങ്ത്തിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഏരിയയെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ കണ്ടക്ടറിൻ്റെ ലെങ്ത്ത് കൂട്ടുകയാണെങ്കിൽ, നമ്മൾ ഇങ്ങനെ ഒരു കണ്ടക്ടർ ആയിരുന്നിരുന്നത്, അതിനൊരു റെസിസ്റ്റൻസ് ആർ ഉണ്ടായിരുന്നു. ഇനി ഞാൻ കുറച്ചും കൂടെ നീളം കൂട്ടുമ്പോൾ, ആ റെസിസ്റ്റൻസിൻ്റെ നീളം കുറച്ചും കൂടെ കൂട്ടുമ്പോൾ ആ റെസിസ്റ്റൻസിന് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ ഇല്ലയോ? അടുത്ത് അതിൻ്റെ ഏരിയ ഇത്രയായിരുന്നപ്പോൾ ആറായിരുന്നു, കുറച്ചും കൂടെ ഏരിയ ഇങ്ങനെ കൂട്ടിയപ്പോൾ എന്താ അതിൻ്റെ റെസിസ്റ്റൻസിന് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? അതൊക്കെ നോക്കും. എങ്ങനെയാണ് വ്യത്യാസം വരുന്നത്? റെസിസ്റ്റൻസ് കൂടുമോ കുറയുമോ എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഏറ്റവും ആദ്യം ചെയ്യാൻ പോകുന്നത് ഇതാണ്, കൺസിഡർ എ കണ്ടക്ടർ സാറ്റിസ്ഫൈങ് ഇക്വേഷൻ 3.3. അതായത് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കണ്ടക്ടറാണ് നമ്മൾ എടുക്കുന്നത്. അതായത് ഓംസ് ലോ ഒബേ ചെയ്യുന്ന ഒരു കണ്ടക്ടർ. ടു ബി ഇൻ ദ ഫോം ഓഫ് എ സ്ലാബ് ഓഫ് ലെങ്ത് എൽ. ലെങ്ത് എല്ലുള്ള ഒരു സ്ലാബാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമ്മൾ എന്താ എടുക്കാൻ പോകുന്നത്? ലെങ്ത് എല്ലുള്ളൊരു സ്ലാബാണ് എടുക്കാൻ പോകുന്നത്. അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്, ഒരു സ്ലാബ്. ലെങ്ത് എല്ലാണ്, ഏരിയ ക്യാപിറ്റൽ ലെറ്റർ എ. അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, അതിൻ്റെ ഏരിയ എയും ലെങ്ത്ത് എല്ലും, ഇതുവരെയുള്ള ലെങ്ത്ത് എല്ലും ആണ് എടുക്കുന്നത്. അങ്ങനെ ഒരു സ്ലാബാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതാണ് 3.2a ഈ ഫിഗറിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇമാജിൻ 2 സ്ലാബ്സ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, അത് ഒരു സ്ലാബാണ് എടുത്തേക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 സ്ലാബ് എടുക്കുന്നു. അതുപോലത്തെ സെയിം സംഭവം തന്നെയാണ്, പക്ഷെ 2 സ്ലാബ് എടുക്കാൻ പോവുകയാണ്. ഈ ഫിഗർ വേണം നോക്കാനായിട്ട്. ഇതല്ല, ഇത് നമ്മൾ അടുത്താണ് നോക്കാൻ പോകുന്നത്. അടുത്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും ആദ്യത്തേത്. ഇതുപോലത്തെ 2 എണ്ണം എടുത്ത് എന്താ ലെങ്ത് വൈസ് വെച്ചു. അതായത് ഒരെണ്ണം അതിനോടൊപ്പം ചേർത്ത് അടുത്ത ഒരെണ്ണവും കൂടെ വെച്ചു. അപ്പോൾ ലെങ്ത് എന്താവും? ഇത് 3L, ഇത് 3L. അപ്പോൾ എന്താകും? 2L ആവും. പക്ഷേ ഏരിയയ്ക്ക് വ്യത്യാസമുണ്ടോ? ഇല്ല, കാരണം ഇതും എ ആണ്, ഇവിടെയും എ ആണ്. ഓക്കെ, അപ്പോൾ ഏരിയയ്ക്ക് വ്യത്യാസമില്ല. അപ്പോൾ ഏരിയ ഈസ് എ ആൻഡ് ലെങ്ത് ഈസ് 2L. ഓക്കെ, അങ്ങനെ ലെങ്ത്തിന് മാത്രം ഒരു വ്യത്യാസം അല്ലേ, 2L ആകും, ഏരിയയ്ക്കൊരു വ്യത്യാസമില്ല. ഈ സ്ലാബിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, ഒരു സ്ലാബിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വി ആണ്. ഒരു സ്ലാബിൻ്റെ പൊട്ടൻഷ്യൽ വി ആണ്. അതിലൂടെ ഒഴുകുന്ന കറണ്ട് ഐ ആണെന്ന് വയ്ക്കുക. ഓക്കെ, അതിലൂടെ ഒഴുകുന്ന കറണ്ട് എത്രയാണ്? ഐ ആണെന്ന് വയ്ക്കുക. അതുപോലെ എന്താണ് ഇവിടെ ഇതേപോലത്തെ ഒരു സ്ലാബാണ് ഇവിടെ വച്ചേക്കുന്നത്. നമ്മൾ അതിൻ്റെ കാര്യമാണ് ഇനി കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ, ഈ സ്ലാബിൻ്റെ പൊട്ടൻഷ്യൽ എന്താണ്? വി ആയിരിക്കും, ആണല്ലോ. അതുപോലെ ഈ സ്ലാബിൻ്റെ പൊട്ടൻഷ്യലോ അതും വി ആയിരിക്കും. അപ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ എന്താകും? 2V ആവും. V + V 2V. ഓക്കെ, അടുത്ത് ഒഴുകുന്ന കറണ്ടിൻ്റെ കാര്യമാണെങ്കിലോ, നമ്മളിപ്പോൾ ഒഴുകുന്ന കറണ്ടിൻ്റെ കാര്യം എടുക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇതുവഴി ഐ കറണ്ട് പോകുന്നുണ്ടെന്ന്. അതേ കറണ്ടല്ലേ ഇതുവഴി പോകുന്നേ? ഐ ഇങ്ങനെയല്ലേ കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്താ, ആ കറണ്ട് തന്നെ ആയിരിക്കും ഇതുവഴി പോകുന്നത്. അപ്പോൾ സെയിം കറണ്ട് ഐ ആയിരിക്കും ഇതുവഴി പോകുന്നതും ഇതുവഴി പോകുന്നതും. അപ്പോൾ കറണ്ട് ഡബിൾ ആവുന്നുണ്ടോ? ഇല്ല, കാരണം ഒരേ കറണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. 1 ആംപിയർ ആണ് പോകുന്നതെങ്കിൽ ആ 1 ആംപിയർ തന്നെ ആയിരിക്കും ഇതുവഴി ഒഴുകുന്നത്, രണ്ടാമത്തെ സ്ലാബ് വഴി ഒഴുകുന്നത്. ഓക്കെ, പൊട്ടൻഷ്യൽ മാത്രം 2V ആവും. അത് ഓർത്ത് വയ്ക്കുക. നമ്മളത് വെച്ച് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് ഇവിടെ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. വായിച്ച് നോക്കുക. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. NCERT വായിക്കുക. ഓക്കെ, അപ്പോൾ ആ ഫിഗർ തന്നെയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ എന്തൊക്കെയാണ് വരച്ചിരുന്നത്? ഇതും V, ഇതും V. അപ്പോൾ ഇത് ടോട്ടൽ എത്രയാവും? 2V ആകും അതിൻ്റെ പൊട്ടൻഷ്യൽ. കറണ്ട് ആണെങ്കിൽ
ഐ ആയിരിക്കും. കാരണം ഒരേ കറണ്ടാണ് ഇതുവഴി ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നത്. ഐ ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓംസ് ലോ എഴുതാൻ പോവുകയാണ്. എന്താണ് ഓംസ് ലോ എഴുതാൻ പോവുകയാണ്. ഓക്കെ, ഓംസ് ലോ എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത്? വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ അല്ലെങ്കിൽ ആർ ഇൻറ്റു ഐ, ഇഷ്ടമുള്ള എഴുതാം. വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ അല്ലെങ്കിൽ ആർ ഇൻറ്റു ഐ, എങ്ങനെ എഴുതിയാലും സെയിം തന്നെയാണ്. വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. അപ്പോൾ റെസിസ്റ്റൻസ് മാത്രം നമ്മൾ എടുക്കണം. നമുക്ക് എന്താണ് അറിയേണ്ടത്? ഇതേപോലെ രണ്ടെണ്ണം അടുപ്പിച്ച് വെച്ചാലോ അല്ലെങ്കിൽ അതിനെ മുറിച്ചാലോ എന്ത് പറ്റും? ആ റെസിസ്റ്റൻസിന് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ റെസിസ്റ്റൻസിനെ പറ്റിയാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ റെസിസ്റ്റൻസിന് അവിടെ ഇട്ടിട്ട് ബാക്കിയുള്ളവരെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. അപ്പോൾ എന്ത് പറ്റും? ആർ ഈക്വൽ ടു വി ബൈ ഐ എന്ന് കിട്ടും. ആണല്ലോ, ഇത് ഇങ്ങോട്ടേക്ക് വരും. ഇത്രയേ ഉള്ളൂ. ആർ ഈക്വൽ ടു വി ബൈ ഐ. ഓക്കെ, അപ്പോൾ ആർ ഈക്വൽ ടു വി ബൈ ഐ എന്ന് കിട്ടും. ആണല്ലോ, ഇവിടുത്തെ വി എത്രയാണ്? 2v അല്ലേ? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചു 2v ആണ്. അപ്പോൾ ആ 2v ഇവിടെ എടുത്തിടാലോ. അപ്പോൾ ഇതിനെന്ത് എഴുതാം? 2v എന്ന് എഴുതാം. ഐ ആണെങ്കിലോ ഐ തന്നെയാണ്, ഐ കറണ്ട് തന്നെയാണ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആർ എന്ന് പറയുന്നത് എന്ത് കിട്ടും? 2v ബൈ ഐ എന്ന് കിട്ടും. ഓക്കെ, 2v ബൈ ഐ, 2v ബൈ ഐ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ v ബൈ ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഇത്രയുമുള്ള v ബൈ ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ആറാണല്ലേ. അപ്പോൾ നമുക്ക് ഈ ആറിനൊരു വ്യത്യാസം വരുത്തണമെങ്കിൽ, ഇല്ലെങ്കിൽ പ്രശ്നമാവും. നമുക്കിവിടെ ആറിന് നമുക്ക് R1 എന്ന് കൊടുക്കാം. ഓക്കെ, R1 അങ്ങനെ കൊടുക്കാം. ഇവിടെ RC എന്നാണ് കൊടുത്തിരുന്നത്, അത് വേണ്ട, R1 എന്ന് കൊടുക്കാം. ഇഷ്ടമുള്ളത് കൊടുക്കാം. ഓക്കെ, R1. അപ്പോൾ R1 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? അങ്ങനെ ഒരു കോമ്പിനേഷനിൽ R1 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? R1 ഈക്വൽ ടു 2 ഇൻറ്റു വി ബൈ ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ആറാണല്ലേ. വി ബൈ ഐ എന്ന് പറഞ്ഞാൽ ആറാണ്. അപ്പോൾ ഇതിന് പകരം എന്ത് എഴുതാം? 6 എഴുതാം. അപ്പോൾ R1 ഈക്വൽ ടു 2R എന്ന് കിട്ടും. 2 ടൈംസ് ആവും അല്ലേ? റെസിസ്റ്റൻസ് 2 ടൈംസ് ആയി അല്ലേ? നമുക്ക് ഈ കോമ്പിനേഷൻ എടുത്തപ്പോഴേക്കും റെസിസ്റ്റൻസ് 2 ടൈംസ് ആയി. അതായത് ലെങ്ത് കൂട്ടിയപ്പോൾ ഇവിടെ എത്ര ലെങ്ത് ആയി? ഇവിടെ 3L, ഇവിടെ 3L, രണ്ടും കൂടെ ചേരുമ്പോൾ 2L ആയിരുന്നു. അങ്ങനെ ലെങ്ത് കൂടിയപ്പോൾ എന്ത് പറ്റി? റെസിസ്റ്റൻസ് ഡബിൾ ആയി. അതായത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. മനസ്സിലാക്കാമല്ലോ? റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആണെന്ന് കിട്ടി. ഓക്കെ, ഇങ്ങനെയാണ് കിട്ടിയത്. ഓക്കെ, അടുത്തത് ഇനി നമുക്ക് ഏരിയയുടെ കണക്കെടുക്കാം. ഇനി ഏരിയ കൂട്ടുമ്പോഴോ അല്ലെങ്കിൽ കുറയ്ക്കുമ്പോഴോ എന്താ സംഭവിക്കുക നോക്കാം. റെസിസ്റ്റൻസ് ഡയറക്ട്ലി ആണോ ഇൻവേഴ്സ്ലി ആണോ എന്ന് നോക്കാം. അപ്പോൾ ആർ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലേ? ആർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് ഏരിയയുടെ കാര്യം നോക്കാം. ആ ഏരിയയുടെ കാര്യം നോക്കാനായിട്ട് ചെയ്യുന്നത് ഈ ഒരു സ്ലാബില്ലേ, നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് എടുത്ത ആ ഒരു ബേസിക് സ്ലാബ്, ആ സ്ലാബിനത് മുറിക്കാൻ പോവുകയാണ്. ഇങ്ങനെ അങ്ങ് ലെങ്ത് വൈസ് അങ്ങ് മുറിക്കും. ഓക്കെ, 3D ആയിട്ട് കരുതുക. ഓക്കെ, ഇതിൻ്റെ അകത്തൂടെ ഇത്രയും ഭാഗം വെച്ചിട്ടിങ്ങനെ മുറിക്കും. ഓക്കെ, അപ്പോൾ എന്താവും? ഏരിയ എന്താകും? A/2 ആകും. ആണല്ലോ, അതായത് മേളത്തെ ഇത്രയും ഭാഗം A/2. ഓക്കെ, ഇത്രയും ഭാഗം A/2 ആകും. അടുത്ത ഇത്രയും ഭാഗം A/2 ആകും. ആണല്ലോ, മേളത്തെ ആ ഭാഗം A/2, താഴത്തെ ഭാഗം A/2, അങ്ങനെ നല്ല ഹാഫായിട്ടാണ് നമ്മൾ മുറിച്ചേക്കുന്നത്. അങ്ങനെ ഒരു സ്ലാബ് എടുക്കുകയാണ്. ലെങ്ത് എന്താണ്? എല്ലാം തന്നെ ആയിരിക്കും, കാരണം ലെങ്ത്തിന് നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ രണ്ടെണ്ണം ഇങ്ങനെ അടുപ്പിച്ച് വെച്ചുകൊണ്ടാണ് ഇങ്ങനെ. ഇവിടെ ഒരെണ്ണം എടുത്ത് രണ്ടായിട്ട് അങ്ങ് മുറിച്ചു. നടുക്കൂടെയാണ് മുറിച്ചത്. ഏരിയ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ, ലെങ്ത്തിന് വ്യത്യാസം വരുന്നില്ല. ഓക്കെ, അതാണ് ഈ ഫിഗർ. കണ്ടല്ലോ ഈ ഫിഗർ. അപ്പോൾ ഇതിനുള്ളിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ NCERT-യിൽ ഇതിനുള്ളിൽ പറയുന്ന കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ കാര്യം ഫുൾ പറഞ്ഞു. ഇങ്ങനെ നടുക്കൂടെ ഇങ്ങനെ മുറിച്ചിക്ക് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ആർ, നേരത്തെ ഇവർ അതിൽ RC എന്നാണ് എഴുതിയിരുന്നത്, ഇവിടെ അത് R1 എന്ന് എഴുതിയിരിക്കുന്നു. അത് നോക്കണ്ട, നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. ഓക്കെ, മറ്റേ ഞാൻ നേരത്തെ എടുത്ത എന്താണ്? R1 എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു, അല്ലെങ്കിൽ R1 ഈക്വൽ ടു എന്ത് കിട്ടും? 2R എന്ന് കിട്ടും. ഇവിടെ നമുക്ക് R2 എന്ന് എടുക്കാം. ഇതിൻ്റെ റെസിസ്റ്റൻസ് നമുക്ക് R2 എന്ന് എടുക്കാം. ഓക്കെ, ഇത് നോക്കണ്ട,
R2 ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്, R2. ഓക്കെ, R2 എങ്ങനെ എഴുതാം? നമുക്കറിയാം ഓംസിൽ എന്താണ്, R ഈക്വൽ ടു I ഇൻറ്റു R ആണ്, R ഈക്വൽ ടു എന്താണ്, V ബൈ I ആണ്. ഓർമ്മയുണ്ടല്ലോ, V ഈക്വൽ ടു I ഇൻറ്റു R, അപ്പോൾ R ഈക്വൽ ടു V ബൈ I ആണ്. അപ്പോൾ ഇവിടുത്തെ V എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടുത്തെ V എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഇവിടുത്തെ V, അതായത് ഇതൊരു ഒറ്റ സ്ലാബായിരുന്നു, ഒരൊറ്റ സ്ലാബ്, അതിനെയാണ് മുറിച്ചത് ആണല്ലോ. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്തായിരുന്നു? V ആയിരുന്നു. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്തായിരുന്നു? V ആയിരുന്നു. പക്ഷേ അകത്തൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് എന്താവും? ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു കറണ്ട്, രണ്ടായിട്ട് മുറിച്ചു. അപ്പോൾ എന്ത് പറ്റും? മേളത്തെ സ്ലാബിന് I/2ഉം താഴത്തെ സ്ലാബിന് എന്ത് പറ്റും? I/2 ആയിപ്പോൾ. ഓക്കെ, അപ്പോൾ കറണ്ട് രണ്ടായിട്ട് അങ്ങ് മുറിഞ്ഞു പോവുകയാണ്. പക്ഷെ പൊട്ടൻഷ്യൽ എന്താണ്? സെയിം ആണ്. ആ എൻഡിലുള്ള പൊട്ടൻഷ്യൽ V തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ Vയും കറണ്ട് I/2 ആയിരിക്കും. ഓക്കെ, പൊട്ടൻഷ്യൽ Vയും കറണ്ട് I/2 ആയിരിക്കും. അതായത് ഇത്രയും ഭാഗത്ത് എന്താണ് നമ്മൾ റെസിസ്റ്റൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ I എന്ന് പറഞ്ഞാൽ I/2 ആവുകയും V എന്ന് പറയുന്നത് V ആയിട്ട് കിടക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാമല്ലോ. ആ ഇക്വേഷനിൽ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് പറ്റും? ഈക്വൽ ടു വിക്ക് പകരം V തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. പക്ഷെ കറണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റായി പോകുന്നു, I/2 ആകുന്നു. ആ 2 ദേ മേലോട്ട് പോകും, അല്ലെ, റീഅറേഞ്ച് ചെയ്യുമ്പോൾ മേലോട്ട് പോകും. അപ്പോൾ എന്ത് കിട്ടും? 2V/I എന്ന് കിട്ടുന്നു. 2V/I എന്ന് കിട്ടുന്നു. അപ്പോൾ എന്ത്? V/I എന്താണ്? റെസിസ്റ്റൻസ് ആണല്ലോ. V/I എന്ന് പറയുന്നത് എന്താണ്? റെസിസ്റ്റൻസ് R ആണ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് എഴുതാം? R എഴുതാം. ഇവിടെ R എഴുതാം. അപ്പോൾ എങ്ങനെ എഴുതാം? 2R എന്ന് കിട്ടും. ഈ 2R ആരുടേതാണ്? 2R എന്ന് പറഞ്ഞത് ഈ ഒരു കുഞ്ഞ് സ്ലാബിൻ്റെയാണ്, മുറിച്ച ഈ ഒരൊറ്റ സ്ലാബിൻ്റെ റെസിസ്റ്റൻസ് ആണ് എന്ത് കിട്ടിയത്. അതായത് ഈ R2 എന്ന് പറയുന്നത് ഈ കുഞ്ഞ് സ്ലാബിൻ്റെതാണ്. R2 2 ടൈംസ് R എന്ന് കിട്ടി. അപ്പോൾ ഏരിയ പകുതിയാക്കിയപ്പോൾ എന്ത് പറ്റി? റെസിസ്റ്റൻസ് ഡബിളായി. ഏരിയ പകുതിയാക്കിയപ്പോൾ റെസിസ്റ്റൻസ് ഡബിളായി. പകുതിയാക്കിയപ്പോൾ റെസിസ്റ്റൻസ് ഡബിളായി, അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഏരിയ കുറച്ചാൽ റെസിസ്റ്റൻസ് കൂടും, ലെങ്ത് കൂട്ടിയാൽ റെസിസ്റ്റൻസ് കൂടും. അതായത് നേരത്തെയും കൂടെ ഞാൻ മിക്സ് ചെയ്ത് പറഞ്ഞതാണ്. അപ്പോൾ റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്, പക്ഷേ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. കാരണം ഏരിയ കുറച്ചപ്പോൾ എന്ത് പറ്റി? റെസിസ്റ്റൻസ് കൂടുന്നതായിട്ട് കണ്ടു. ഏരിയ ഞാനിവിടെ എന്താക്കി? ഇവിടെ ഏരിയ A/2 ആക്കി. അതായത് A എന്നുള്ളതിനെ A/2 ആയിട്ട് കുറച്ചപ്പോൾ റെസിസ്റ്റൻസ് R എന്ന് പറയുന്നത് എന്തായി? 2R ആയി, 2 ടൈംസ് ആയി. അപ്പോൾ ഏരിയ കുറച്ചപ്പോൾ റെസിസ്റ്റൻസ് കൂടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഏരിയയും റെസിസ്റ്റൻസും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്ന റിലേഷനാണുള്ളത്. അപ്പോൾ അതെങ്ങനെ എഴുതുക? റെസിസ്റ്റൻസ് അല്ലേ. R എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് കാണിക്കാൻ 1/A എന്ന് വേണം എഴുതാൻ, താഴെ വേണം എഴുതാൻ. ഓക്കെ, അപ്പോൾ R is inversely proportional to A. R is directly proportional to L. R is inversely proportional to A. ഓക്കെ, ഇത് കൺഫ്യൂസ്ഡ് ആവരുത്. ആ ഒരു കുഞ്ഞ് മുറിച്ചതിൻ്റെ ആ ഒരു ഭാഗത്തിൻ്റെ റെസിസ്റ്റൻസ് ആണ് നമ്മൾ എടുത്തത്. ഓക്കെ, പിന്നെ ഒന്നും കൂടെ പറയുകയാണ്. ഇത് ഒരു സ്ലാബിനെ രണ്ടായിട്ട് മുറിച്ചു. ആ മേളത്തെ ഭാഗത്തിൻ്റെ റെസിസ്റ്റൻസ് ആണ് R2. അപ്പോൾ ഇങ്ങനെ പകുതി മുറിച്ചപ്പോൾ എന്ത് പറ്റി? ഏരിയ A/2 ആയി. ഏരിയ കുറച്ചപ്പോൾ എന്ത് പറ്റി? റെസിസ്റ്റൻസ് ഡബിൾ ആവുന്നത് കണ്ടു. അപ്പോൾ റെസിസ്റ്റൻസ് ഏരിയയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. പിന്നെ നേരത്തെ എങ്ങനെയായിരുന്നു? രണ്ടെണ്ണം ഇങ്ങനെ അടുപ്പിച്ച് വെച്ചപ്പോൾ ലെങ്ത്ത് കൂടുകയാണ് ഉണ്ടായത്. ലെങ്ത്ത് കൂടിയപ്പോൾ എന്ത് പറ്റി? റെസിസ്റ്റൻസും കൂടുന്നതായിട്ടാണ് കണ്ടത്, അപ്പോഴും ഡബിളായി. ഓക്കെ, ഏരിയ കുറച്ചപ്പോഴും ഡബിളായി, ലെങ്ത്ത് കൂട്ടിയപ്പോഴും ഡബിളായി. അപ്പോൾ അത് ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഇത് എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത്, അതായത് ഈ റെസിസ്റ്റൻസും ലെങ്ത് തമ്മിലുള്ള റിലേഷൻ, റെസിസ്റ്റൻസും ഏരിയയും തമ്മിലുള്ള റിലേഷൻ കമ്പൈൻ ചെയ്ത് നമുക്കൊരു ഇക്വേഷൻ കണ്ടെത്താം. ഓക്കെ, അതിലോട്ടാണ് ഇനി നീങ്ങുന്നത്. അപ്പോൾ ഇനി ബാക്കി നോക്കാം. എന്താണ് നമുക്ക് കിട്ടിയ? R ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എല്ലും R ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആണോ അല്ല ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എയും. ഇതിനെ നമുക്കൊന്ന് കമ്പൈൻ ചെയ്ത് എഴുതാം. ഓക്കെ, കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ ഇങ്ങനെ വരും, R ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L/A എന്ന് വരും. കമ്പൈൻ ചെയ്ത് എഴുതി, കാരണം ആറിൻ്റെ നേരെ ഇവിടെ വരും L, ആറിൻ്റെ ഇവിടെ വരും A. അപ്പോൾ അതിനെ കമ്പൈൻ ചെയ്ത് പ്രൊപ്പോർഷണാലിറ്റി സൈനൊക്കെ അവിടെ വെച്ചിട്ട് എഴുതി.
ഓക്കെ, ഈ പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എപ്പോഴും ചെയ്യുന്ന കാര്യമാണ്, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് ഇവിടെ നമ്മുടെ ഇവിടെ ഉണ്ടല്ലേ, ആർ ഈക്വൽ ടു ആക്കാനായിട്ട് ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ആ കോൺസ്റ്റന്റ് ആണ് റോ. എന്താണ്? റോ. റോ നമ്മൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇതിലിപ്പോൾ പി പോലെയാണ് എഴുതിയിരിക്കുന്നത്, ആക്ച്വലി എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം. ഇതാണ് റോ. ഓക്കെ, റോ ഇൻറ്റു എന്തെഴുതാം? ബാക്കിയുള്ളവരെ ഇതുപോലെ എടുത്ത് ഇങ്ങോട്ട് എഴുതാം. എൽ ബൈ എ എന്നാക്കാം. എൽ ബൈ എ കഴിഞ്ഞു. നമ്മുടെ ഒരു നല്ലൊരു ഇക്വേഷൻ കിട്ടി. റെസിസ്റ്റൻസ് ഈക്വൽ ടു റോ ഇൻറ്റു എൽ ബൈ എ. എന്താണ് ഈ റോ? ഈ റോയുടെ പേരെന്താണെന്ന് അറിഞ്ഞിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് റോ? റോ എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി. എന്താണ്? റെസിസ്റ്റിവിറ്റി. ഓർത്ത് വയ്ക്കുക. റോ എന്താണ്? റെസിസ്റ്റിവിറ്റിയാണ്. അപ്പോൾ നമുക്ക് റെസിസ്റ്റിവിറ്റി വെച്ചിട്ടുള്ള റെസിസ്റ്റൻസിൻ്റെ വാല്യൂ അല്ല, നമ്മുടെ ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ റെസിസ്റ്റിവിറ്റി, അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ഡയമെൻഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് എന്ന് വെച്ചാൽ ലെങ്തിനെയോ ഏരിയയോ ബ്രെഡ്ത്തിനെയോ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഈ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അത് ഓർത്ത് വയ്ക്കുക. പക്ഷെ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? റെസിസ്റ്റൻസ് ലെങ്തിനെയും ഏരിയയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ റെസിസ്റ്റിവിറ്റി ലെങ്തിനെയോ ഏരിയയോ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ എങ്ങനെ എഴുതാം? ഇതിനകത്ത് ഇപ്പോൾ പറഞ്ഞിട്ടില്ല എങ്കിലും അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? നമ്മുടെ ഇവിടെ ലെങ്ത്ത് 1 സെൻറ്റിമീറ്റർ ആണെന്ന് വയ്ക്കുക, ഏരിയയും 1 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെന്ന് വയ്ക്കുക. അപ്പോൾ എന്ത് പറ്റും? ഇതും 1 സെൻറ്റിമീറ്റർ ആയി പോകും. അപ്പോൾ ഇതും ഈക്വൽ ആവും അല്ലെ? ആർ ഈക്വൽ ടു റോ എന്നാവും. അപ്പോൾ ഇത് നമുക്കൊരു ഡെഫിനിഷൻ ആക്കാം. റെസിസ്റ്റിവിറ്റി ഈസ് ഡിഫൈൻഡ് ആസ്, ഞാൻ പറയുന്നതാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. റെസിസ്റ്റിവിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ വിത്ത് ലെങ്ത് 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1 യൂണിറ്റ് ആൻഡ് ഏരിയ 1 യൂണിറ്റ്. 1 യൂണിറ്റ് ഏരിയ ഉള്ള 1 യൂണിറ്റ് ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് ആണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു കണ്ടക്ടർ എടുത്താൽ അതിലൊരു 1 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയയും 1 സെൻറ്റിമീറ്റർ ലെങ്ത്തും നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ അവിടെ ആ കണ്ടക്ടർ, ആ ഫുൾ കണ്ടക്ടർ, ആ കണ്ടക്ടറിൽ അനുഭവപ്പെടുന്ന അവിടെയുള്ള റെസിസ്റ്റൻസ് ആണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറഞ്ഞു തരാം. ഇതൊരു കണ്ടക്ടറാണ്. ആ കണ്ടക്ടറിൽ ഞാൻ 1 സെൻറ്റിമീറ്റർ ലെങ്ത്തും 1 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു കുറച്ച് ഭാഗം എടുത്തു. അവിടുത്തെ റെസിസ്റ്റിവിറ്റി ഞാൻ കണ്ടുപിടിച്ചാൽ, അവിടുത്തെ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ എനിക്ക് കിട്ടുന്നത് ആ ഫുൾ മെറ്റീരിയലിൻ്റെ എന്തായിരിക്കും? റെസിസ്റ്റിവിറ്റി ആയിരിക്കും. ഓക്കെ, ആ ഫുൾ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റി കിട്ടും. ആ ഒരു കുഞ്ഞ് ഏരിയയും കുഞ്ഞ് ലെങ്ത്തും ആ 1 തന്നെ ആയിരിക്കണം ആ യൂണിറ്റ്. എങ്കിൽ അവിടുത്തെ മാത്രമാണോ? അല്ല, ആ ഫുൾ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റിവിറ്റി കിട്ടും. അപ്പോൾ അത് ലെങ്ത്തിനെയും ബ്രെഡ്ത്തിനെയും വല്ല ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല, കാരണം ആ ഫുൾ കണ്ടക്ടറിൻ്റെ ലെങ്ത്തിനെയോ ആ ഫുൾ കണ്ടക്ടറിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യില്ല. ആകെ ഇത്രയും ഭാഗം, അത് 1 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇതൊന്നും കൂടെ ഒന്ന് റീവൈൻഡ് ചെയ്ത് കേട്ടു. ഓക്കെ, അപ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കിട്ടിയ ഈ ഇക്വേഷനെ എവിടെ എടുത്തിടാം? നമ്മുടെ ഓംസ് ലോയിലോട്ട് എടുത്തിടാം. ഓക്കെ, വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ആണ്. ആറിൻ്റെ ഇക്വേഷൻ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചേ ഉള്ളൂ. അതാണ് നമ്മുടെ ഓംസ് ലോ. ഇതിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചേ ഉള്ളൂ. എന്താണ്? ഐ അവിടെ തന്നെ ഇടുക. ഓക്കെ, ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഐ അവിടെ തന്നെ ഇടുക. ആർ എന്ന് പറഞ്ഞാൽ ആർ ഈക്വൽ ടു റോ ഇൻറ്റു എൽ ബൈ എ ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. അത് വേണം ഇവിടെ എഴുതാൻ. റോ ഇൻറ്റു എൽ ബൈ എ. ഐ ഈക്വൽ ടു റോ ഇൻറ്റു എൽ ബൈ എ എന്ന് കിട്ടും. അപ്പോൾ എങ്ങനെ എഴുതാം? വി ഈക്വൽ ടു ഐ ഇൻറ്റു റോ എൽ ബൈ എ എഴുതാലോ. ഓക്കെ, ഇവിടെ നമുക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. ഇതിലൊരു കാര്യമുണ്ട്. ഇതിൽ കുറച്ച് ഇക്വേഷൻസ് ഇതിനുള്ളിൽ തന്നെ ഒളിച്ച് കിടക്കുന്നുണ്ട്. നമുക്കറിയാമെന്നുള്ള കുറച്ച് ഇക്വേഷൻസ് ഇതിനുള്ളിൽ ഒളിച്ച് കിടക്കുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. ഓക്കെ, ഏറ്റവും ആദ്യം പഠിക്കേണ്ടത്
ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കേണ്ടത് കറണ്ട് ഡെൻസിറ്റിയാണ്. എന്താണ് കറണ്ട് ഡെൻസിറ്റി? കറണ്ട് പെർ യൂണിറ്റ് ഏരിയ ആണ് എന്ത് കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്. കറണ്ട് പെർ യൂണിറ്റ് ഏരിയ, കറണ്ടിനെ നമ്മൾ അതിൻ്റെ ഏരിയ കൊണ്ട്, ആ കണ്ടക്ടറിൻ്റെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കറണ്ട് ഡെൻസിറ്റി കിട്ടും. ഓക്കെ, കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ I/A. ഓക്കെ, അപ്പോൾ I/A ആണ് കറണ്ട് ഡെൻസിറ്റി, ഓർത്ത് വയ്ക്കുക. I/A ഈസ് കോൾഡ് കറണ്ട് ഡെൻസിറ്റി. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ J ആണ്. ഓക്കെ, അപ്പോൾ എവിടെ J കാണുന്നു അതെന്താണ്? കറണ്ട് ഡെൻസിറ്റിയാണ്. അതിൻ്റെ ഇക്വേഷൻ I/A ആണ്, ഓർത്ത് വയ്ക്കുക. ഓക്കെ, J ഈക്വൽ ടു I/A. J ഈക്വൽ ടു കറണ്ട് ഡെൻസിറ്റി, J ഈക്വൽ ടു I/A. ഓക്കെ, ഈ ഇക്വേഷൻ നമുക്ക് ആവശ്യം വരും, മാറ്റിവെക്കാം. ആ കറണ്ട് ഡെൻസിറ്റിയുടെ യൂണിറ്റ് ചോദിക്കുകയാണെങ്കിൽ, SI യൂണിറ്റ് ചോദിക്കുകയാണെങ്കിൽ എന്തെഴുതാം? I/J ആണല്ലേ. I/A ആണ് J എന്ന് പറയുന്നത്, ആണല്ലോ. ആ Jയുടെ SI യൂണിറ്റ് ആണ് ചോദിക്കുന്നത്. കറണ്ടിൻ്റെ യൂണിറ്റ് എന്താണ്? ആംപിയർ. അത് A വെച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്, ആംപിയർ. ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് എഴുതുന്നതെങ്കിൽ സ്മോൾ ലെറ്റർ വെച്ചിട്ട് ആംപിയർ. ഡിവൈഡഡ് ബൈ ഏരിയയുടെ യൂണിറ്റ് എന്താണ്? SI യൂണിറ്റ് മീറ്റർ സ്ക്വയർ. അപ്പോൾ ആംപിയർ മീറ്റർ സ്ക്വയർ ആണ്, ആംപിയർ പെർ മീറ്റർ സ്ക്വയർ ആണ് എന്ത് കറണ്ട് ഡെൻസിറ്റിയുടെ യൂണിറ്റ്. 1 മാർക്കിനൊക്കെ ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ഇക്വേഷൻ ഇതിൽ നിന്നും ഒന്ന് ഉണ്ടാക്കണം. നമുക്കത് ചെയ്യാം. V ഈക്വൽ ടു I/ρL/A. അതിന് മുൻപേ ഒരു ആളെയും കൂടെ നമ്മൾ പരിചയപ്പെടാനില്ല, നമ്മൾ നേരത്തെ പരിചയപ്പെട്ട കാര്യമാണ്. E എന്ന് പറയുന്നത് V/L ആണ്. എല്ലായിടത്തും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷനാണ്. അതായത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് V/L ആണ്, പൊട്ടൻഷ്യൽ ബൈ ലെങ്ത് ആണ്. അത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. ഈക്വൽ ടു സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് V/L, സെക്കൻഡ് ചാപ്റ്റർ. അപ്പോൾ ഈക്വൽ ടു V/L. അപ്പോൾ എന്താ V എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? V അവിടെ ഇട്ടിട്ട് ബാക്കിയുള്ളതിനപ്പുറത്തോട്ട് കൊണ്ടുവരിക. അപ്പോൾ എന്താ കിട്ടുക? ഇതിനപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ E/L എന്ന് കിട്ടും. V ഈക്വൽ ടു E/L ആണല്ലോ. അത് നമുക്ക് ഇവിടെ സൈഡിലേക്ക് മാറ്റാം. ഓക്കെ, ഈ ഇക്വേഷനൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്, ഓർത്ത്. ഓക്കെ, അപ്പോൾ ഈ 3 ഇക്വേഷൻ വെച്ചിട്ട് നമുക്കിതിനകത്തോട്ട് ഒരു സംഭവം ചെയ്യാം. നമ്മുടെ ഇക്വേഷൻ ഇങ്ങോട്ട് എടുത്ത് എഴുതാം. V ഈക്വൽ ടു I, ആ റോവിന് നമുക്ക് ഇങ്ങോട്ടേക്ക് എഴുതാവേ. റോ ഇവിടെ കിടക്കട്ടെ, റോ. ഓക്കെ, റോ ഇൻറ്റു I, അറേഞ്ച് ചെയ്ത് എഴുതി, അത്രയേ ഉള്ളൂ. I/L/A. ഓക്കെയാണ്. ഇവിടെ I/A കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. എവിടെയാണ് കാണുന്നത്? ഇവിടെ അല്ലേ, I/A. അതിന് പകരം എന്തെഴുതാം? J എഴുതാലോ. കറണ്ട് ഡെൻസിറ്റി J എഴുതാലോ. എഴുതാം, നമുക്കത് എഴുതാം. അപ്പോൾ എങ്ങനെ ആവും? കറണ്ട് ഡെൻസിറ്റി J ആകും. അപ്പോൾ നമുക്ക് ഓരോന്നും ഒന്ന് പറഞ്ഞു വെച്ചിട്ട് പോവാം. J ആകും, ആണല്ലോ. ഓക്കെ, ഇവിടെ V എന്താകും? V E/L ആകും, ആണല്ലോ. Vക്ക് പകരം E/L എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കിപ്പോൾ ചെയ്യാമല്ലോ. ഓക്കെ, അതാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ Vക്ക് പകരം E/L എഴുതാൻ പോവുകയാണ്. Vക്ക് പകരം E/L എഴുതി, ഈക്വൽ ടു റോ അതുപോലെ എടുത്തെഴുതി. I/Aക്ക് പകരം J എഴുതി, പിന്നെ ബാക്കിയുള്ള ആ Lന് അവിടെ തന്നെ എഴുതി. ഇവിടെ ആരെങ്കിലും ക്യാൻസലായി പോകുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. എവിടെ? L-ഉം ക്യാൻസലായി പോകും, ആണല്ലോ. ബാക്കി എത്രയാണ് കിട്ടുക? ബാക്കി നമുക്ക് എന്ത് കിട്ടും? ആ L മാറ്റി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർ എഴുതാം. E ഈക്വൽ ടു റോ ഇൻറ്റു J എന്ന് കിട്ടും. കണ്ടോ, പുതിയൊരു ഇക്വേഷൻ കിട്ടിയില്ലേ? ഇത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് E ഈക്വൽ ടു റോ റെസിസ്റ്റിവിറ്റി ഇൻറ്റു എന്ത് കറണ്ട് ഡെൻസിറ്റി. ഈ ഇക്വേഷനും ഓർത്ത് വയ്ക്കുക. നമുക്കത് സൈഡിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ഇതുവരെയാണ് കിട്ടിയത്. എന്താണ്? ആ L-ഉം ക്യാൻസലായി. ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ആ ടെക്സ്റ്റിൽ കാണിച്ചു തരികയാണ്. നമ്മൾ നേരത്തെ കിട്ടിയ കാര്യം. ഇത് രണ്ടും ക്യാൻസലായി. ബാക്കിയുള്ള E ഈക്വൽ ടു J ഇൻറ്റു റോ കിട്ടിയത് ഇവിടെ എഴുതി. ഓക്കെ, കുറച്ച് നേരത്തെ കിട്ടിയതാണ്. അപ്പോൾ ഇവിടെ എന്താണ് കിട്ടിയിരിക്കുന്നത്? ഈക്വൽ ടു റോ J അല്ലെങ്കിൽ ഈക്വൽ ടു J റോ, ഇങ്ങനെ വേണം എഴുതാം. നമുക്ക് നേരത്തെ കിട്ടി ഈക്വൽ ടു
റോ ഇൻറ്റു ജെ ആണ് കിട്ടിയിരിക്കുന്നത്, ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇനിയും റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നോ, അതായത് ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത്തും റോയും ജെയും തമ്മിലുള്ള റിലേഷൻ. ഇനി ഇവിടെ നമുക്ക് ഒരാളെയും കൂടെ പരിചയപ്പെടണം, അറിയാന്നുള്ള കാര്യമാണ്. റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കലാണ് കണ്ടക്റ്റൻസ്. അറിയാലോ, റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കൽ, അതായത് 1/R ആണ് കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത്. നേരെ ഓപ്പോസിറ്റാണ് കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെയാണ് ഇവിടെ റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ, അതായത് 1/ρ. അതിനെ തിരിച്ചിട്ടാൽ, നമ്മൾ റെസിസ്റ്റിവിറ്റിയെ തിരിച്ചിട്ടാൽ നമുക്ക് എന്താ കിട്ടുക? കണ്ടക്റ്റൻസ് ആണ് കിട്ടുന്നത്. കണ്ടക്റ്റൻസ്. ഓക്കെ, ആ കണ്ടക്റ്റൻസ് അല്ല, സോറി, കണ്ടക്ടിവിറ്റി. അപ്പോൾ റെസിസ്റ്റൻസിനെ തിരിച്ചിട്ടാൽ കണ്ടക്റ്റൻസ് കിട്ടും, റെസിസ്റ്റിവിറ്റിയെ തിരിച്ചിട്ടാൽ കണ്ടക്ടിവിറ്റി കിട്ടും. ഓക്കെ, കണ്ടക്ടിവിറ്റിയാണ്. കണ്ടക്ടിവിറ്റിയെ നമ്മൾ സിഗ്മ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എന്താണ് സിഗ്മ? എന്തുകൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? സിഗ്മ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് സിഗ്മ. അത് നമുക്ക് നോക്കാം. അപ്പോൾ സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/ρ, അതായത് റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ ആണ് സിഗ്മ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കത് ചെയ്യാം. ഇവിടെ ജെയിനെ ഇവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളവരെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരും. ബാക്കി ആരാ? നമ്മുടെ റെസിസ്റ്റിവിറ്റിയാണുള്ളത്. അപ്പോൾ ജെ അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള ആളെ ഇവിടെ കൊണ്ടുവരാം. ബാക്കി ആരാ ഉള്ളത്? റോ ആയിരുന്നു. ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ആരായിരുന്നു? ഇ ആയിരുന്നു. അപ്പോൾ ഇനെ അവിടെ തന്നെ എടുത്ത് എഴുതുക. ഓക്കെ, ഇ പിന്നെ എന്താണ്? ആ റോ ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്ത് പറ്റും? 1/ρ ആവും, ആണല്ലോ. അപ്പോൾ എന്ത് പറ്റും? 1/ρ. 1/ρ എന്താണ്? നമ്മളിപ്പോൾ പഠിച്ച എന്താണ്? കണ്ടക്ടിവിറ്റിയാണ്, ആണല്ലോ. ആ കണ്ടക്ടിവിറ്റി നമ്മളെ സിഗ്മ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഇത്രയും നമുക്ക് സിഗ്മ എന്ന് എഴുതാമല്ലോ. അപ്പോൾ ജെ ഈക്വൽ ടു ഇ ഇൻറ്റു സിഗ്മ, അല്ലെങ്കിൽ ഓക്കെ ഇ ഇൻറ്റു സിഗ്മ തന്നെ, ഇ ഇൻറ്റു സിഗ്മ. ഓക്കെ, ഒരു ഭംഗിക്ക് എന്തെഴുതാം? ജെ ഈക്വൽ ടു സിഗ്മ ഇ എന്ന് എഴുതാം. ഇഷ്ടമുള്ളത് എഴുതാം, രണ്ടും സെയിം ആണ്. ജെ ഈക്വൽ ടു, അതായത് കറണ്ട് ഡെൻസിറ്റി ജെ ഈക്വൽ ടു കണ്ടക്ടിവിറ്റി ഇൻറ്റു കണ്ടക്ടിവിറ്റി ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, അങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ. ഓംസ് ലോ എന്താണെന്ന് പഠിച്ചിരുന്നു. വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ. ഇത് ഒബേ ചെയ്യുന്ന കുറേ മെറ്റൽസും കുറേ മെറ്റീരിയൽസും ഉണ്ട്. പക്ഷേ ഇത് ഒബേ ചെയ്യാത്ത വേറെയും കുറേ മെറ്റീരിയൽസ് ഉണ്ട്. അവരെയാണ് നോൺ ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. നോൺ ഓമിക്, അതായത് ഓംസ് ലോ ഒബേ ചെയ്യാത്തവർ. ഓക്കെ, നമുക്കപ്പോൾ വായിക്കാം. ഓൾദോ ഓംസ് ലോ ഹാസ് ബീൻ ഫൗണ്ട് വാലിഡ് ഓവർ ലാർജ് ക്ലാസസ് ഓഫ് മെറ്റീരിയൽസ്. കുറേ മെറ്റീരിയൽസ് ഓംസ് ലോ ഒബേ ചെയ്യുന്നവരുണ്ട്. പക്ഷേ there do exist materials and devices used in electric circuits where the proportionality of V and I does not hold. അതായത് വേറെയും കുറേ ഡിവൈസസ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഉണ്ട്, വിയും ഐയും തമ്മിൽ പ്രൊപ്പോർഷണാലിറ്റി കാണിക്കാത്തവർ, വിയും ഐയും പ്രൊപ്പോർഷണൽ അല്ലാത്തവർ കുറേ പേരുണ്ട്. അവരെ നമ്മൾ വിളിക്കുന്നതാണ് നോൺ ഓമിക് കണ്ടക്ടേഴ്സ്. ഓക്കെ, നോൺ ഓമിക് കണ്ടക്ടേഴ്സ്. The deviations broadly are one or more of the following types. എങ്ങനെയൊക്കെയാണ് ഈ വിയും ഐയും പ്രൊപ്പോർഷണൽ ആവാത്തത്? ഏതൊക്കെ രീതിയിലൊക്കെ നോക്കാം. ഏറ്റവും ആദ്യത്തേത്, വി സീസസ് ടു പ്രൊപ്പോർഷണൽ ടു ഐ. ഐക്ക് പ്രൊപ്പോർഷണൽ ആവാത്ത ഒരു കേസ് കാണിച്ചു തരാം. ഒരു ഗ്രാഫ് ഉണ്ട്, ഇതാണ് ആ കേസ്. അതായത് യഥാർത്ഥമായിട്ടും വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ ആയിരുന്നെങ്കിൽ ഇത് വിയും ഇത് ഐയുമാണ്, വൈ ഡയറക്ഷനിലും എക്സ് ഡയറക്ഷനിലും. എങ്കിൽ ഇത് നേരെ പ്രൊപ്പോർഷണലായിട്ട് ഇങ്ങനെ പോവേണ്ടതായിരുന്നു. ആ ഡോട്ടഡ് ലൈൻ വരച്ചിരിക്കുന്നില്ലേ, അത് നേരെ പോവേണ്ടതായിരുന്നു. പക്ഷേ അതിൽ നിന്നും ചെറിയ ഡീവിയേഷനൊക്കെ കാണിക്കുന്നവരുണ്ട്. അതിൽ നിന്നും ഒരു ചെറിയ ഡീവിയേഷൻ, ഇങ്ങനെ നേരെ പോവുമായിരിക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ചെറിയൊരു ഡീവിയേഷൻ കാണിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ ഡാഷ്ഡ് ലൈൻ, അതായത് ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഈ കുത്തിട്ട ഈ വര, അതാണ് ഓംസ് ലോ ഒബേ ചെയ്യുന്നവർ കാണിക്കുന്നത്. അങ്ങനെ അല്ലാത്തവരാണ് ഇതേപോലെ ചെറുതായിട്ട് ഡീവിയേറ്റ് ചെയ്യുന്നവർ. ഓക്കെ, ഇങ്ങനെയുള്ള കണ്ടക്ടേഴ്സും ഉണ്ട്. ഇത് ലിമിറ്റേഷനിലേക്ക് പോവാം.
ദ റിലേഷൻ ബിറ്റ്വീൻ വി ആൻഡ് ഐ ഡിപ്പെൻഡ്സ് ഓൺ ദ സൈൻ ഓഫ് വി. വിയുടെ സൈനിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതായത് ആദ്യം പൊട്ടൻഷ്യൽ, അതായത് ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ അറിയാമല്ലോ, പോസിറ്റീവ് ടു നെഗറ്റീവ് ഇങ്ങോട്ടായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഞാനതിനെ മാറ്റി, പൊട്ടൻഷ്യൽ മാറ്റി റിവേഴ്സ് ചെയ്തു. ഇവിടെ മൈനസും ഇവിടെ പോസിറ്റീവും ആക്കി. അപ്പോൾ കറണ്ട് എങ്ങോട്ടായിരിക്കും? ഇങ്ങനെയായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ മാത്രമല്ല മാറുന്നത്, പൊട്ടൻഷ്യൽ മാറ്റുമ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറുന്നതായിട്ട് കാണാം. അത് ആരുടെ കേസിലാണ്? ഡയോഡിൻ്റെ കേസിൽ. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ ആദ്യം ഒരു 1 ആംപിയർ ആയിരുന്നെങ്കിൽ ഞാൻ റിവേഴ്സ് ചെയ്തപ്പോൾ ചിലപ്പോൾ 2 ആംപിയർ ആയിപ്പോവും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ആ കേസ് കാണുന്നത് ഡയോഡിലാണ്. അതാണ് ഇവിടെ പറയുന്നത്. എന്താ? റിലേഷൻ ബിറ്റ്വീൻ വി ആൻഡ് ഐ ഡിപ്പെൻഡ്സ് ഓൺ സൈൻ ഓഫ് വി. വിയുടെ സൈന് ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ വി എന്ന് പറയുന്ന പൊട്ടൻഷ്യലിൽ ഐ ആയിരുന്നു കറണ്ടിൻ്റെ വാല്യൂ എങ്കിൽ ഞാൻ വിയുടെ ഡയറക്ഷൻ മാറ്റിയാൽ, അതായത് വിയുടെ ഡയറക്ഷൻ മാറ്റി, പക്ഷേ വിയുടെ വാല്യൂ സെയിം ആക്കി വെച്ചു. അതായത് ആദ്യം 2 വോൾട്ടാണ് അപ്ലൈ ചെയ്തതെന്ന് വയ്ക്കുക. 2 വോൾട്ട് തന്നെയാണ് വച്ചിരിക്കുന്നത്, പക്ഷേ അതിൻ്റെ ഡയറക്ഷൻ മാറ്റി. ഇപ്പോൾ ഉണ്ടായിരുന്ന കറണ്ട് ഒരു 1 ആംപിയർ ആയിരുന്നു എന്ന് വയ്ക്കുക. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. പക്ഷേ റിവേഴ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂവിന് വ്യത്യാസം വരുന്നതായിട്ട് കാണാം. ചിലപ്പോൾ അത് 1.2 ആംപിയർ ആയി എന്ന് വരാം. അപ്പോൾ പൊട്ടൻഷ്യൽ മാറ്റിയപ്പോഴേക്കും അതിൻ്റെ ഡയറക്ഷൻ, മാഗ്നിറ്റ്യൂഡ് മാറ്റാതെ ഡയറക്ഷൻ മാറ്റിയപ്പോഴേക്കും കറണ്ടിൻ്റെ വാല്യൂവിനൊരു, അല്ലെങ്കിൽ കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡിനൊരു ഡിഫറൻസ് വന്നു. ഇത് കാണിക്കുന്നവർ ഡയോഡാണ്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ആ വാല്യൂസ് പറഞ്ഞത്, കറക്റ്റ് ആണെന്നില്ല, ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഡയോഡിൻ്റെ കേസാണിത്. ഡയോഡിൻ്റെ ഫിഗർ നോക്കാം. വിയും ഐയും തമ്മിലുള്ള ഗ്രാഫ്, ഐ വി ഗ്രാഫ് നോക്കിയേ, കണ്ടോ? അതായത് പോസിറ്റീവ്, അതായത് 0.2 വോൾട്ടാണ് ആദ്യം അപ്ലൈ ചെയ്തത്. ഓക്കെ, 0.2 വോൾട്ടാണ് ആദ്യം അപ്ലൈ ചെയ്തത്. അപ്പോൾ നോക്കിയേ, കറണ്ട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നത് കാണാം. അടുത്ത് മൈനസ് സൈനിലോട്ട്, അതായത് നെഗറ്റീവിലോട്ട് ഞാൻ അപ്ലൈ ചെയ്തപ്പോഴേക്കും -0.2 ആക്കിയപ്പോഴേക്കും ഇവിടെയായിട്ട് -0.2 ആക്കിയപ്പോഴേക്കും എന്ത് പറ്റി? ഇങ്ങോട്ടേക്ക് റിവേഴ്സ് ചെയ്യുകയും ചെയ്തു. കറണ്ടിൻ്റെ വാല്യൂ മൈക്രോ ആംപിയർ ആയി. ഇവിടെ നോക്കിയാൽ മില്ലി ആംപിയർ ആയിരുന്നു. മില്ലി ആംപിയർ എന്ന് പറഞ്ഞാൽ 10⁻⁻3. മൈക്രോ ആംപിയർ എന്ന് പറഞ്ഞാൽ 10⁻�6. വളരെയധികം കുറയുകയാണ് ഉണ്ടായത്. അപ്പോൾ നെഗറ്റീവ് സൈനിലോട്ട് ആക്കിയപ്പോഴേക്കും ഇവിടെ വരച്ച് കാണിച്ചു തരാം. ഇവിടെ -0.2, സോറി, ഇവിടെ പോസിറ്റീവ് 0.2, അതുപോലെ ഇവിടെ -0.2 ആയിരിക്കും. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നോക്കിയേ, ഇതൊരു 10⁻³ റേഞ്ച്, മില്ലി ആംപിയർ റേഞ്ചാണ്. നെഗറ്റീവ് സൈനിലോട്ട് വന്നപ്പോഴോ കണ്ടോ, മൈക്രോ ആംപിയർ, അതായത് 10⁻⁻6 ആയി. അപ്പോൾ വാല്യൂ, നമ്മുടെ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ നെഗറ്റീവ് ആക്കിയപ്പോഴേക്കും കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാം. ആരുടെ കേസിലാണിത്? ഡയോഡിൻ്റെ കേസിൽ. അപ്പോൾ ഇവിടെ വിയും ഐയും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണോ? അല്ല. ഓക്കെ, അടുത്ത കേസാണ് മൂന്നാമത്തെ നോക്കാം. ദ റിലേഷൻ ബിറ്റ്വീൻ വി ആൻഡ് ഐ ഈസ് നോട്ട് യൂണിക്. അതായത് വിയും ഐയും തമ്മിലുള്ള റിലേഷൻ യൂണിക് അല്ല. എന്താണ് ഈ യൂണിക് അല്ല എന്നുള്ളത്? അതായത് ഇവിടെ കാണിച്ചു തരാം, ഒരു ഫിഗർ വെച്ചിട്ട് പറഞ്ഞു തരാം. ഇതാണ് ഫിഗർ. ഇതിവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ദർ ഈസ് മോർ ദാൻ 1 വാല്യൂ ഓഫ് വി ഫോർ സെയിം കറണ്ട്. ഒരു കറണ്ടിൻ്റെ ഒരു വാല്യൂവിന് പല വാല്യൂ ഓഫ് വോൾട്ടേജ് വരുന്നു. അതായത് ഈ ഗ്രാഫ് നോക്കുക. ഇവിടെ കറണ്ടിന് ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്തു എന്ന് വയ്ക്കാം. കറണ്ട് എത്രയോ 1 മില്ലി ആംപിയർ ആയിരുന്നു. ഇപ്പോൾ 1 മില്ലി ആംപിയർ ആണ് ഞാൻ എടുത്തതെന്ന് വയ്ക്കാം. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കുമല്ലോ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നോക്കിയേ, പൊട്ടൻഷ്യലിന് 1 മില്ലി ആംപിയറിൽ പൊട്ടൻഷ്യലിന് ഇവിടെ ഒരു വാല്യൂ വരുന്നു. അതുപോലെ അതേ 1 മില്ലി ആംപിയറിന് പൊട്ടൻഷ്യലിന് ഇവിടെയും ഒരു വാല്യൂ വരുന്നു എക്സ് ആക്സിസിൽ. അപ്പോൾ ഒരു കറണ്ടിൻ്റെ വാല്യൂവിന് 2 പൊട്ടൻഷ്യലൊക്കെ വരുന്നു. അതായത് യൂണിക് അല്ല. എപ്പോഴും ഒരു വാല്യൂവിന് ഒരു വാല്യൂ മാത്രമേ വരാൻ പാടുള്ളൂ. അതായത് വൈയിൽ ഒരു വാല്യൂ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വാല്യൂ മാത്രമേ എക്സ് ആക്സിസിൽ വരാൻ പാടുള്ളൂ. പക്ഷേ ഇവിടെ 2 എണ്ണമൊക്കെ വന്നു. അപ്പോൾ യൂണിക് അല്ല എന്ന് മനസ്സിലായി. ഇത് കാണിക്കുന്നത് ഗാലിയം ആർസനൈഡ് ആണ്.
ആണ് ഗാലിയം ആർസനൈഡ്. സെമി കണ്ടക്ടേഴ്സൊക്കെയാണത്, സെമി കണ്ടക്റ്റിംഗ് മെറ്റീരിയലാണ്. അപ്പോൾ ഗാലിയം ആർസനൈഡ് കാണിക്കുന്ന ഗ്രാഫാണിത്. അപ്പോൾ ഇതൊക്കെയാണ് ഓംസ് ലോൻ്റെ ലിമിറ്റേഷൻ. ഇവരൊന്നും വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ അല്ല കാണിക്കുന്നത്. ഓക്കെ, ഈ ലിമിറ്റേഷൻസ് പഠിച്ചു വയ്ക്കണം, ചോദിക്കാറുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസും ഗാലിയം ആർസനൈഡ്, ഡയോഡ് ഒക്കെ ഇങ്ങനെയാണ്. അടുത്തതായിട്ട് നമ്മൾ അടുത്ത ടോപ്പിക് നോക്കാൻ പോവുകയാണ് റെസിസ്റ്റിവിറ്റി ഓഫ് മെറ്റീരിയൽസ്. അതായത് പലതരത്തിലുള്ള മെറ്റീരിയൽസിൻ്റെ പലതരത്തിലുള്ള റെസിസ്റ്റിവിറ്റി. ദ റെസിസ്റ്റിവിറ്റീസ് ഓഫ് വേരിയസ് കോമൺ മെറ്റീരിയൽസ് ആ ലിസ്റ്റഡ്. ഇവിടെ ലിസ്റ്റ് തന്നിട്ടുണ്ട്, പഠിക്കണം എന്നില്ല, ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചേക്കുന്നതാണ്. പലതരത്തിലുള്ള മെറ്റീരിയൽസ് ഉണ്ട്. കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, അങ്ങനെ 3 തരത്തിലുള്ള മെറ്റീരിയൽസ് ഉണ്ട്. കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കറണ്ട് നല്ലോണം കണ്ടക്ട് ചെയ്യുന്നവർ. സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ